പടമലയിലെ ആളെക്കൊല്ലിക്കാട്ടാന ബേലൂർ മഗ്നയെ പിടിച്ചോ? ഇല്ല. ആ ദൗത്യം തുടരുകയാണ്. ആന ഉൾക്കാട്ടിലേക്ക് നീങ്ങിയത് ദൗത്യത്തിന് വെല്ലുവിളിയാകുമെന്നു ഡോക്ടർ അരുൺ സഖറിയുടെ നേതൃത്വത്തിലുള്ള മയക്കുവെടി സംഘവും ആനയ്ക്ക് പിന്നാലെ തന്നെയുണ്ട്. വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു. വി എസ് രഞ്ജിത്ത്, ഇപ്പോൾ ആന ഉൾക്കാട്ടിലാണെങ്കിൽ ഇനി ഈ ദൗത്യ സംഘത്തിന് മടങ്ങാതെ നിവൃത്തിയില്ലല്ലോ. ആ മിഷൻ താൽക്കാലികം അവസാനിപ്പിക്കുമോ? അരുൺ, അത്തരത്തിലൊരു പ്രസ്താവന ഈ ഘട്ടത്തിൽ നടത്തിയാൽ അത് വലിയ പ്രതിഷേധം കാരണമാവും. കാരണം ആദ്യത്തെ കൊലപാതകത്തിൻ്റെ ഒക്കെ കാരണക്കാരനായ ആ മോഴയാനയെ പിടിക്കുക എന്നുള്ളത് വനം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദ്യത്തെ ഉത്തരവാദിത്തമാണ്. ഒരുപക്ഷെ ആ മോഴയാനയെ പിടിച്ചുകൊണ്ട് വയനാട്ടിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്നില്ല. പക്ഷേ ആദ്യ കൊലപാതകം മോഴയാനയെ പിടിക്കണമെന്നുള്ളതും മോഴയാനെ പിടിച്ച് ഉൾക്കാട്ടിലേക്ക് അയക്കണം എന്നുള്ളതൊക്കെയാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ആവശ്യം നിറവേറ്റി എന്നുള്ളത് വനം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അത് ജനങ്ങളെ അറിയിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. ഈ ഘട്ടത്തിൽ ഏതായാലും ദൗത്യം അവസാനിപ്പിച്ചു എന്നൊരു വാക്ക് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. ഇപ്പോഴും അരുൺ സക്രിയയും മയക്കുവെടി വെക്കാനുള്ള സംഘവും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾക്കാട്ടിൽ ബേലൂർ മഗ്നയ്ക്കൊപ്പം ഉൾക്കാട്ടിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ ചെങ്കുത്തായ ചെരുവിലല്ലാത്ത ഏതെങ്കിലും ഒരു മേഖലയിൽ ആന നിൽക്കുകയാണെങ്കിൽ അവിടെ കുറച്ചു നേരം നിൽക്കണം. ഈ നിൽക്കുന്നില്ല എന്നുള്ളതാണ്, ഒരിടത്ത് ആന സ്വസ്ഥമായി നിൽക്കുന്നില്ല എന്നുള്ളതാണ് ബേലൂർ മഗ്നയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം. ഇപ്പോൾ നമ്മൾ അരുൺ സക്രിയുമായി ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം പറയുന്നത് അതുമൂലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, അല്പം ഉൾക്കാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അത് കർണാടക വനാതിർത്തിയോട് ചേർന്ന് കർണാടക വനത്തിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ദൗത്യം അവസാനിപ്പിക്കേണ്ടി വരും, താൽക്കാലികമായെങ്കിലും അവസാനിപ്പിക്കേണ്ടി വരും. ഈ ഘട്ടത്തിൽ ദൗത്യം അവസാനിപ്പിച്ചു എന്ന് വനം വകുപ്പ് ഒരിക്കലും പ്രസ്താവനയായിട്ടോ ഒഫീഷ്യലായിട്ടോ ഡിക്ലറേഷനായിട്ടോ നടത്തില്ല. പക്ഷേ ഈ ദൗത്യം അതീവ ദുഷ്കരമായി നാട്ടിലാണ് കാട്ടിലേക്കാൾ എന്നുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. അതിനുശേഷമുണ്ടായ ആക്രമണങ്ങൾ, ഇപ്പോൾ രണ്ടുപേർ തുടരെ മരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ അതിന്മേലൊരു പരിഹാരം ഇനി ഇവിടേക്കാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ദൗത്യസംഘം വേണ്ടത് എന്ന അഭിപ്രായം ശക്തമായിക്കൊണ്ടിരിക്കുന്നു. ബേലൂർ മഗ്നയെ പിടികൂടാനുള്ള ദൗത്യം തുടങ്ങിയിട്ട് ഇപ്പോൾ ഇന്നേക്ക് 8ാം ദിവസമാണ്. അപ്പോൾ അവരുടെ സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം ഉയരുന്നത്. സ്വാഭാവികമായും അത്തരം ഈ കാര്യത്തിലുള്ള മറുപടി കൂടി വനം വകുപ്പിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. രഞ്ജിത്ത്, ഏതായാലും ദൗത്യം തുടരും. നിലവിൽ ഉൾക്കാട്ടിലേക്ക് പോകുന്നു. കർണാടക അതിർത്തി കടക്കും വരെ ഈ ദൗത്യം തുടരും എന്നാണ് വനം വകുപ്പ് ഇപ്പോൾ അറിയിച്ചതെന്നാണ് രഞ്ജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ബേലൂർ മഗ്ന മിഷൻ ഉടനടി അത് യാഥാർത്ഥ്യമാവും തോന്നുന്നില്ല. ഉണ്ണി ബാലകൃഷ്ണൻ, ഞാൻ ഈ മിഷൻ തുടങ്ങുന്ന സമയത്തൊരു കാര്യം പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ എന്നറിയില്ല. ഇത് യഥാർത്ഥത്തിൽ ഉൾക്കാട്ടിലോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ ആനയെ വെടിവെക്കാൻ നിയമപരമായിട്ട് ചട്ടങ്ങൾ അനുവദിക്കുന്നത് സാധ്യതയില്ല. അപ്പൊ പിന്നെ എന്തിനാണ് ഈ ദൗത്യസംഘം ഈ ഉൾക്കാട്ടിൽ കഴിയുന്നത്? അവിടെ പ്രശ്നമുണ്ട്, അവിടെ ഒരു വികാരമുണ്ട്. അപ്പൊ ആ ജനകീയ വികാരത്തെ തണുപ്പിക്കാൻ തന്നെയാണ് ഈ ദൗത്യസംഘം. അതുകൊണ്ട് പിൻവാങ്ങാനും കഴിയില്ല ഇപ്പോൾ. കാരണം വെച്ചാൽ അവിടെ ഇപ്പോൾ ഈ ജനങ്ങളുടെ പ്രതിഷേധം എന്താ, നിങ്ങൾ ആനയെ പിടിക്കുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഇപ്പുറത്ത് മരണവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഒരു ദൗത്യസംഘത്തെ പിൻവലിച്ചാൽ വളരെ നിഷ്കളങ്കമായി നിഷ്ക്രിയമായി സർക്കാർ പെരുമാറിക്കൊണ്ടിരിക്കുന്നു എന്നൊരു തോന്നൽ ജനങ്ങൾക്കിടയിൽ. ഇപ്പൊ കടുവയാണ് പ്രശ്നം. മറ്റൊരു വേറൊരു ആനയും ഇറങ്ങിയിട്ടുണ്ട്. ഇതിന്റെ കൂടെ ഒരു മോഴയാനയുണ്ട്. അപ്പോൾ എത്ര ആനയെ നമ്മളിങ്ങനെ ഈ മയക്കുവെടി വെച്ച് പിടിച്ച് കാട്ടിൽ കൊണ്ട് കളയും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അപ്പോൾ ശാശ്വതമായൊരു പരിഹാരമാണ് വയനാട് ആഗ്രഹിക്കുന്നത്. അതത്ര എളുപ്പവുമല്ല. കാരണം വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യങ്ങളല്ല. ഇപ്പോൾ കിടങ്ങുകൾ എടുക്കാനാണെങ്കിലും ഫെൻസിങ് കൊണ്ടുവരാനാണെങ്കിലും ഇത്രയും തുക സർക്കാരിൻ്റെ കയ്യിലില്ല എന്നതാണ് വാസ്തവം. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കും. ഇന്ന്